കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നമ്മുടെ നാട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും അന്നോളം ക്രിമിനൽ പശ്ചാത്തലം ഒന്നുമില്ലാതെ സ്വന്തം ചോരയെ തന്നെ കൊല്ലുന്ന, അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, ഭാര്യയെ കൊല്ലുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസവും അതിന് തൊട്ട് മുൻപത്തെ ദിവസത്തിൽ ഒരു അമ്മയും മകളും മരിച്ച നിലയിൽ പ്രവാസികളെയാണ് കാണപ്പെട്ടത്. അതായത് പ്രവാസികളുടെ ഫ്ലാറ്റിലാണ് കാണപ്പെട്ടത്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് ഈ അമ്മ മകളെ ഈ ഫ്ലാറ്റിൽ നിന്നും എടുത്തെറിഞ്ഞതിന് ശേഷം തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി കൊല്ലം കടക്കിൽ നിന്നും വന്ന വാർത്തയും സമാനമായിരുന്നു. ദമ്പതികൾ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത് എന്നുള്ളതായിരുന്നു ആ വാർത്ത. ആ വീട് എന്ന് പറയുന്നത് ബംഗ്ലാവിന് സമാനമായിരുന്നു എന്നുള്ളത് കൂടി ആലോചിക്കുക. വീടിനകവും നോക്കിയാലും വളരെ വിലപിടിപ്പുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളും അതുപോലെ, അതായത് ആർഭാട ജീവിതമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് മറ്റൊരു രീതിയിലുമല്ല, അവർ കഷ്ടപ്പെട്ട് നല്ല ജോലിയിലിരുന്ന രണ്ട് ദമ്പതികളായിരുന്നു. അതും വിദേശത്തായിരുന്നു അവരുടെ ജോലി എന്നുള്ളതാണ്. നാട്ടിലേക്ക് വന്നവരാണ് അവർ രണ്ടുപേരും. കഴിഞ്ഞ ദിവസം ആണ്, അതായത് ഈ മരണം നടന്ന അതേ ദിവസം തന്നെയാണ് ഇവർ തിരിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ അതിന് തൊട്ട് മുൻപൊക്കെ തന്നെ അവരുടെ വീട്ടിൽ നിന്നും വളരെ വലിയ രീതിയിൽ ശബ്ദം കേട്ടിരുന്നു, വഴക്കാണ് കേട്ടിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതായത് ഈ ഭാര്യയും ഭർത്താവും വളരെ സന്തോഷത്തിലായിരുന്നു ഈ ലീവിനൊക്കെ തന്നെ കണ്ടിരുന്നത്. ബന്ധുക്കളുടെ വീട്ടിൽ പോയപ്പോഴും അയൽവക്കക്കാരുടെ വീട്ടിൽ പോയപ്പോഴും, അതുമാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നപ്പോഴും ഒക്കെ തന്നെ ആവേശത്തോടു കൂടിയാണ് ഇവർ എല്ലാവരോടും പെരുമാറിയത്. എന്നാൽ ഇന്നലെ ആരെയും പുറത്ത് കാണാതെ, പ്രത്യേകിച്ചും യാത്ര തിരിക്കേണ്ട സമയമായിട്ട് പോലും അവരെ കാണാതെ വന്നതോടുകൂടിയാണ് ബന്ധുക്കൾ തിരക്കിയ വീട്ടിനകത്തേക്ക് കയറുന്നത്. അപ്പോഴാണ് ആ വീട്ടിലെ ഗ്രഹനാഥ മരിച്ച നിലയിലും മുകളിലത്തെ നിലയിൽ ഗ്രഹനാഥൻ തൂങ്ങി മരിച്ച നിലയിലും കാണപ്പെടുന്നത് എന്നുള്ളതാണ് മനസ്സിലായത്. അതിൽ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി നോക്കുമ്പോൾ അതിൽ ആ ഗ്രഹനാഥയുടെ മരണത്തിൽ പോലീസിനൊരു അസ്വാഭാവികത തോന്നിയിരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് പിന്നീട് കാര്യങ്ങൾ ബോധ്യമായത്. ഈ പറയുന്ന ഗ്രഹനാഥയെ കൊലപാതകം നടത്തിയതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. കൊല്ലം കടക്കലിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. സാമ്പത്തികപരമായി യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എങ്കിലും ഇവർ തമ്മിൽ കലഹം പതിവായിരുന്നു എന്നും പലരും പറയുന്നു. കടക്കൽ അഞ്ചുമുക്ക് സ്വദേശികളായ സുഗതൻ, ഭാര്യ ലത എന്നിവരെയാണ് വീടിനുള്ളിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വർഷങ്ങളായി വിദേശത്ത് സ്ഥിരതാമസക്കാരാക്കിയ ഇരുവരും ഇന്നലെ തിരികെ വിദേശത്തേക്ക് പോകാനിരിക്കെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന സുഗതനും ലതയും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അവധിക്ക് നാട്ടിലെത്തിയത്. നാട്ടിലെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്നലെ തന്നെ വിദേശത്തേക്ക് മടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവർ നടത്തിയിരുന്നു. എന്നാൽ യാത്ര തിരിക്കേണ്ട ദിവസം ഇരുവരെയും കിടപ്പുമുറിയിൽ ജീവനറ്റ നിലയിലാണ് കണ്ടെത്തിയത്. എന്തിനെന്ന ചോദ്യം ഉയരുകയാണ്. ഇരുവരുടെയും മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ്. മരണത്തിൽ അസ്വാഭാവികത ഉള്ളതിനാൽ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. നിന്നിട്ട് അവിടെ നിന്നാണ് അഴിച്ചിറക്കേണ്ടത്. പിള്ളേരെ മരണം അവളൊക്കെ തന്നെ കവന്ന് തന്നെ കിടക്കും. ഇന്ന് വിദേശത്ത് പോകാനിരുന്നതാണോ ഇവര്? ഇന്ന് 11 മണിക്ക് പോകാനിരുന്നാണ് രണ്ടുപേരും വിദേശത്തായിരുന്നു. പിന്നെ അവര് പുള്ളിക്ക് എന്താ പണിയാ അവിടെ? പുള്ളിക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. മക്കളെന്താ? മക്കള് ഒരാൾ ഇവിടെ ഉണ്ട്, ഒരാള് ബാറ് കിടത്തുന്നത്, മറ്റേ ദേവ ബാറ്, മറ്റേ ആറ്റിങ്ങലുള്ള അത് ചെറുക്കനാണ്, പുള്ളിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ പുള്ളിനെ കൊണ്ട് പറ്റാത്തുണ്ട്. സംഭവം അറിഞ്ഞ് കടക്കൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ്. മരണകാരണം കൃത്യമായി കണ്ടെത്താൻ ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇവർക്കുള്ളത് 2 മക്കളാണ്. 2 മക്കളും വിദേശത്താണ് ജോലി ചെയ്തത്. ഇതിൽ മകൻ കഴിഞ്ഞ ദിവസമാണ്, 2 ദിവസം മുൻപെയാണ് വിദേശത്തേക്ക് തിരികെ പോയത്. അതിനുശേഷമാണ് ഇവർക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇവരും ഇന്നലെ പോകാനായിരുന്നത്. പക്ഷേ പോകാനായിരുന്ന ഈ സമയം തന്നെ എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്നാണ് ആർക്കും അറിഞ്ഞൂടാത്ത ചോദ്യം. ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിയില്ല. പക്ഷേ ഇവർ തമ്മിൽ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ വാട്സപ്പ് സ്റ്റാറ്റസുകളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന സ്നേഹനിധികളായ ദമ്പതികളായിട്ടാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു. കൊന്നു കളയാൻ വേണ്ടി തക്ക വിധത്തിലുള്ള എന്തൊക്കെയോ പ്രശ്നം എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ആത്മഹത്യാ കുറിപ്പോ മറ്റെന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ അറിയില്ല. കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ
പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. ഏറെക്കാലമായി വിദേശത്തായിരുന്നിട്ടും നാട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന ദമ്പതികളുടെ പെട്ടെന്നുള്ള മരണം അഞ്ചുമുക്ക് പ്രദേശവാസികളെ ഒന്നടങ്കം വലിയ ഞെട്ടലിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കുടുംബത്തിനായി വർഷങ്ങളോളം പ്രവാസ ജീവിതത്തിൽ കഷ്ടപ്പെട്ടിരുന്ന ദമ്പതികൾ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങൾ സന്തോഷത്തോടുകൂടി ആയിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ അപ്രതീക്ഷിത സംഭവം നാട്ടുകാരെ കൂടുതൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വിവരം അറിഞ്ഞ് കടക്കൽ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലാണ്. മരണത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകവും ആത്മഹത്യയുമാണ് എന്ന് മനസ്സിലായത്. യാത്രാ സ്വപ്നങ്ങളുമായി ജീവിച്ചിരുന്ന 2 മനുഷ്യർ ഓർമ്മകളായി മാറിയെന്ന സത്യം നാട്ടുകാരെ കണ്ണീരിൽ ആഴ്ത്തുകയാണ് എന്നുള്ളതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മക്കളും വിദേശത്താണ്. പണത്തിന് പലരും ഈ ആത്മഹത്യയും കൊലപാതകവും നടത്തുന്നത് പണം എന്നത് വലിയൊരു പ്രശ്നമായതുകൊണ്ടാണല്ലോ. എന്നാൽ ചിലയിടത്ത് പണമല്ല പ്രശ്നമായി വരുന്നത്, മറ്റെന്തൊക്കെയോ കാരണമാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. എന്നാൽ ചിലർ ആരോഗ്യം വളരെ മോശമാകുമ്പോൾ സ്വയം ആത്മഹത്യ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കൊല്ലാറുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ക്യാൻസർ രോഗിയായിരുന്ന ഭാര്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. കാരണം ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാനില്ലാതെ വന്നപ്പോഴാണ് ഞാനില്ലെങ്കിൽ അവൾ കഷ്ടപ്പെടരുത് എന്ന് ഓർത്തിട്ടാണ് ഭാര്യയെ കൊന്നതിന് ശേഷം ഭർത്താവ് ആശുപത്രി കിടന്നിൽ നിന്നും ചാടി മരിച്ച നിലയിൽ കാണപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ പറയുന്ന ആത്മഹത്യകളൊന്നും തന്നെ ഒന്നിനൊരു പരിഹാരമല്ല. അപ്പോൾ ഈ ഇട്ടുമൂടാൻ പൂത്ത പണം ഉണ്ടായിട്ടും കാര്യമില്ല, ഇതൊക്കെയാണ് വിധി എന്നുള്ളതാണ്. എന്തായാലും ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് സംശയങ്ങളുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ അപ്ഡേഷൻ ഇതുമായി ബന്ധപ്പെട്ട്